നമസ്കാരം, ഞാൻ വിനോദ് ശ്രീധർ. HSA ഫിസിക്കൽ സയൻസിൻ്റെ ചോദ്യപ്പെട്ടിയുമായിട്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ചോദ്യപ്പെട്ടിയിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് നിങ്ങളുടെ കമൻസിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് എഫേർട്ട് ഇട്ടാണ് ആ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ് ടു എക്സാം വരെ ചോദ്യപ്പെട്ടിയുമായിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് ചോദ്യപ്പെട്ടി സെപ്പറേറ്റ് കിട്ടുമെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കോഴ്സിനൊപ്പം ചോദ്യപ്പെട്ടി കൂടി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബേസ് പാക്ക് നിങ്ങൾക്ക് എൻട്രി ലഭ്യമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ചോദ്യപ്പെട്ടി ഉൾപ്പെടെയുള്ള പാക്ക് അവൈലബിൾ ആകുകയും ചെയ്യും. അപ്പോൾ ഞാൻ കൂടുതൽ സമയമൊന്നും കളയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. കഴിഞ്ഞൊരു പാർട്ടിൽ ഞാൻ കെമിസ്ട്രിയുടെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോപ്പിക്ക് ആക്ച്വൽ കേസിൽ കെമിസ്ട്രിയുടെ ആ ആദ്യത്തെ ചാപ്റ്ററിനകത്ത് നിന്നാണ് എടുത്തിരിക്കുന്നത്. ബട്ട് +2 ടെക്സ്റ്റ് ബുക്കിൻ്റെ ടോപ്പിക്കിനകത്ത് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റുമെന്നുള്ളത്. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലും അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട് ഇത് നിങ്ങൾക്ക് അവിടെയും കാണാൻ പറ്റും. അപ്പോൾ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും കോമൺ ടോപ്പിക്കായിട്ട് വരുന്ന ഒന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വൈദ്യുത ചാർജുള്ള കണികകൾ ത്വരണത്തോടുകൂടി ചലിക്കുമ്പോൾ ഇടവിട്ടുള്ള വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ നിർമ്മിക്കപ്പെടുകയും പ്രസരിക്കപ്പെടുകയും ചെയ്യുമെന്ന് ചൂണ്ടിക്കാണിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണോ, ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണോ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണോ, മാക്സ് പ്ലാങ്ക് ആണോ? അപ്പോൾ ഇവിടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ആശയമുണ്ട്. പണ്ട് ആദ്യകാലങ്ങളിൽ ചാർജിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചാർജ് അനങ്ങാതെ നിൽക്കുമ്പോൾ റെസ്റ്റിലിരിക്കുന്ന ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന മേഖലയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ +2ൻ്റെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഫിസിക്സിൽ നമ്മൾ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളാണ് ആദ്യത്തെ 2 ചാപ്റ്ററിൽ പഠിക്കുക. അവിടെ എന്താണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അതിനുശേഷം ചാർജിൻ്റെ പ്രോപ്പർട്ടീസ്, അതിനുശേഷം ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ്, കൂളംസ് ലോ പ്രകാരമുള്ള ഫോഴ്സ്, പൊട്ടൻഷ്യൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അതിനുശേഷം വരുമ്പോൾ നമ്മൾ ഈ ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങും. ചാർജ് മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മൂവിങ് ചാർജ് വിൽ ക്രിയേറ്റ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മൂവിങ് ചാർജിന് സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ +2ൽ അതാ പഠിക്കുന്നത്. ആ +2ൻ്റെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് തീരുന്ന സമയത്ത് ഫിസിക്സിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ ഈ ചാർജ് ആക്സലറേറ്റ് ചെയ്യുകയാണ്. പിന്നെ ആക്സലറേറ്റ് ചെയ്യുന്ന ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്സലറേറ്റിംഗ് ചാർജ് വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അത് കൂടാതെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെക്കുറിച്ച് നമ്മളവിടെ പഠിക്കും. ആ സ്പെക്ട്രത്തിനകത്ത് ആരെല്ലാമാണ്, റേഡിയോ വേവ് മുതൽ ഗാമ റേ വരെയുള്ള ആളുകളെ കുറിച്ച് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിലാണ് ഇത്തരത്തിൽ വൈദ്യുത ചാർജുള്ള കണികൾ ഈ ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ നിർമ്മിക്കപ്പെടും, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചത് ആര് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയണം, ഉറപ്പായിട്ടും അറിയണം. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് ആദ്യമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയമാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് അവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രകാശ തരംഗങ്ങൾ ദോലനം ചെയ്യുന്ന വൈദ്യുത കാന്തിക സ്വഭാവമുള്ളവയാണെന്ന് ആദ്യമായി വെളിപ്പെടുത്തിയത്. പ്രകാശ തരംഗങ്ങൾ, ലൈറ്റ് ഇത്തരത്തിൽ ഓസിലേറ്റ് ചെയ്യുന്ന വൈദ്യുതകാന്തിക സ്വഭാവമുള്ളവയാണെന്ന് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഭാഗമാണ് ലൈറ്റ് എന്ന് വെളിപ്പെടുത്തിയത് ഹെൻറിച്ച് ഹെർട്സ് ആണോ, ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണോ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണോ, മാക്സ് പ്ലാങ്ക് ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റാണ്. അതും ആര് തന്നെയാണ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ തന്നെയാണ് ലൈറ്റ് EM വേവിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. ഇത് കെമിസ്ട്രി, ഞാൻ വീണ്ടും പറയുന്നു, കെമിസ്ട്രിയുടെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് ഫിസിക്സിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്ത കൺസെപ്റ്റ് നോക്കൂ. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ 10⁻15 ഹെർട്സിൽ വരുന്ന ചെറിയ ഭാഗം, 10⁻15 ഹെർട്സിൽ വരുന്ന വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ചെറിയ ഭാഗം എന്ന് പറയുന്നത് മൈക്രോവേവ് ആണോ, UV റേ ആണോ, ദൃശ്യപ്രകാശമാണോ, റേഡിയോ വേവ് ആണോ? വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ 10⁻15 ഹെർട്സിൽ വരുന്ന ആ ചെറിയ ഭാഗം എന്ന് പറയുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം. അതാണ് ദൃശ്യപ്രകാശം. ദാ കിടക്കുന്നു 10⁻15 ഹെർട്സിൽ വരുന്ന ഭാഗം. അവിടെ ദൃശ്യപ്രകാശമാണ്. അൾട്രാ വയലറ്റിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് വിസിബിൾ സ്പെക്ട്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിസിബിൾ സ്പെക്ട്രത്തിൽ വിബ്ജിയോർ എന്ന് പറയുന്ന കളറുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു 10⁻15 ഹെർട്സ് എന്നുള്ള വാല്യൂ അവിടെ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്കുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഒരു സെക്കൻഡിൽ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന തരംഗങ്ങളുടെ എണ്ണം, ഒരു സെക്കൻഡിൽ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന തരംഗങ്ങളുടെ എണ്ണത്തെ ആവർത്തി എന്നാണോ, തരംഗ ദൈർഘ്യം എന്നാണോ, ഇൻറ്റൻസിറ്റി എന്നാണോ, പിച്ച് എന്നാണോ വിളിക്കുന്നത്? തീർച്ചയായിട്ടും അത് ഓർത്തിരിക്കണം. ആവർത്തി അഥവാ ഫ്രീക്വൻസി എന്നതാണ് ആ വാക്ക്. അതിൻ്റെ യൂണിറ്റ് ഹെർട്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഹെൻറിച്ച് ഹെർട്സിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ആവർത്തി ന്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ആവർത്തിനെ കാണിക്കുക. ആവർത്തി ന്യൂ = λ/c ആണോ, c/λ ആണോ, c λ ആണോ, 1/λ ആണോ?
ആവർത്തി ന്യൂ ഈക്വൽ ടു സി ലാംഡയാണ്. മറക്കണ്ട, പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. ഇത് വെച്ച് പ്രോബ്ലവും ചോദിക്കാവുന്നതാണ്. ഓപ്ഷൻ ബി സി ബൈ ലാംഡയാണ്. വേർ സി എന്താ, ലൈറ്റിന്റെ ശൂന്യതയിലൂടെയുള്ള വേഗതയാണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത്. ലാംഡ എന്ന് പറയുന്നതിന്റെ വേവ് ലെങ്തുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം അവിടെ ചോദിച്ചിരിക്കുന്നു. ദൃശ്യപ്രകാശ വർണ്ണരാജിയുടെ തരംഗ ദൈർഘ്യത്തിൽ വയലറ്റിൻ്റെത് 400 നാനോമീറ്റർ ആണ്. തരംഗ ദൈർഘ്യം ഓഫ് വയലറ്റ് അല്ലെങ്കിൽ വേവ് ലെങ്ത് ഓഫ് വയലറ്റ് എന്ന് പറയുന്നത് 400 നാനോമീറ്റർ ആയാൽ അതിന്റെ ആവർത്തി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? വാല്യൂസ് തന്നിട്ടുണ്ട്. ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസറിലേക്ക് എത്തിക്കേ. എന്നിട്ട് എൻ്റെ ആൻസറുമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് ഞാൻ എൻ്റെ ആൻസറിലേക്ക് പോവാണ്. ഇവിടെ നോക്കൂ, ആൻസർ ഓപ്ഷൻ സി 7.5 × 10⁻14 ഹെർട്സ് ആണ്. നിങ്ങൾക്ക് കിട്ടിയ ആൻസറുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുക. എങ്ങനെയാണ് കിട്ടുക 7.5 എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ന്യൂ = സി ബൈ ലാംഡ. സി എന്ന് പറയുന്നത് എത്രയാ? 3 × 10⁸ ആണ്. ലാംഡയുടെ വാല്യൂ 400 തന്നിട്ടുണ്ട്. 400 × 10⁹ മീറ്റർ അല്ലെങ്കിൽ നാനോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റിയ പരിപാടിയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. 7.5 × 10⁻14 ഹെർട്സ് ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ സി ബൈ ലാംഡ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഒരു യൂണിറ്റ് നീളത്തിലുള്ള തരംഗ ദൈർഘ്യങ്ങളുടെ എണ്ണം, യൂണിറ്റ് ലെങ്തിലുള്ള തരംഗ ദൈർഘ്യങ്ങളുടെ എണ്ണത്തെ ആവർത്തി എന്നാണോ, ടൈം പീരീഡ് എന്നാണോ, പിച്ച് എന്നാണോ, തരംഗ സംഖ്യ എന്നാണോ വിളിക്കുക? ഒരു യൂണിറ്റ് നീളത്തിലുള്ള തരംഗ ദൈർഘ്യങ്ങളുടെ എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേര് തരംഗ സംഖ്യ എന്നാണ്. വേവ് നമ്പർ എന്നാണ്. ഓർത്തിരുന്നോ? വേവ് നമ്പറിന്റെ ഡെഫിനിഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു യൂണിറ്റ് നീളത്തിലുള്ള തരംഗ ദൈർഘ്യങ്ങളുടെ എണ്ണം തരംഗ സംഖ്യയാണ്. മറക്കണ്ട, തരംഗ സംഖ്യ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വൈദ്യുത കാന്തിക സിദ്ധാന്തം ഉപയോഗിച്ച് വിശദീകരിക്കാൻ കഴിയാതിരുന്നത് ചൂടെ കൊടുത്തിരിക്കുന്നില്ല. ഏതല്ല? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ കൺസെപ്റ്റ് ക്ലാസിക്കൽ തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോയത് ഡിഫ്രാക്ഷൻ അഥവാ വിഭങ്കനമാണോ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അഥവാ ശ്യാമവസ്തു വികിരണമാണോ, വ്യതികലനം അഥവാ ഇന്റർഫറൻസ് ആണോ, ആറ്റങ്ങളുടെ രേഖാ സ്പെക്ട്രം ആണോ? ഏതെല്ലാമാണ് ഇത് വെച്ചിട്ട് വിശദീകരിക്കാൻ കഴിയാതെ പോയത്? അവിടെ 2 എണ്ണം ഉണ്ട്. അതിൽ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു? 1 3, 1 2 4, 2 4, 3 4. ആരാണ് ഉത്തരം ശരിയായിട്ടുള്ളത്? 2 4 എന്നുള്ളതാണ്. 2 4. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ശ്യാമവസ്തു വികിരണം, മലയാളമാണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ശ്യാമവസ്തു വികിരണം ടെക്സ്റ്റ് ബുക്കിൽ ആ വാക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ആറ്റങ്ങളുടെ രേഖാ സ്പെക്ട്രം, ഇത് രണ്ടും വിശദീകരിക്കാനായിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സിന് സാധിച്ചിട്ടില്ല. വ്യതികലനം വിഭങ്കനമൊക്കെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുമുണ്ട്. നോട്ട് ചെയ്യാവുന്ന പോയിന്റ് ആണ്. അടുത്തത്, ഈ പറയുന്ന ബ്ലാക്ക് ബോഡി അഥവാ ശ്യാമവസ്തു വികിരണത്തെക്കുറിച്ച് മൂർത്തമായ വിശദീകരണം ആദ്യമായിട്ട് നൽകുന്നത്, ശ്യാമവസ്തു വികിരണം അഥവാ ബ്ലാക്ക് ബോഡിയെ കുറിച്ചുള്ള വിശദീകരണം ആദ്യമായി നൽകിയത് ഐൻസ്റ്റീൻ ആണോ, ന്യൂട്ടൺ ആണോ, ഹൈജൻസ് ആണോ, മാക്സ് പ്ലാങ്ക് ആണോ? തീർച്ചയായിട്ടും അത് ഓർത്തിരിക്കണം. മാക്സ് പ്ലാങ്ക് ആണ് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചിട്ടുള്ള വിശദീകരണം ആദ്യമായിട്ട് നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഒരു ഏകദേശ ശ്യാമവസ്തുവിന് അഥവാ ഒരു ഏകദേശ ബ്ലാക്ക് ബോഡിക്ക് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡയമണ്ട് അല്ല, കാർബൺ അല്ല, ഗ്രാഫൈറ്റ് അല്ല, മറിച്ച് അതാരാണ്? കാർബൺ ബ്ലാക്ക് ആണ്. ഒരു ഏകദേശ ശ്യാമവസ്തുവിന്റെ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഉദാഹരണമായിട്ട് നൽകിയിട്ടുമുണ്ട്, ഓർമ്മയിലുണ്ടാവണം. അടുത്ത നോക്കൂ, വൈദ്യുത കാന്തിക വികിരണത്തിന്റെ രൂപത്തിൽ ആഗിരണം ചെയ്യാനോ ഉത്സർജിക്കാനോ കഴിയുന്ന ഏറ്റവും ചെറിയ അളവിലുള്ള ഊർജത്തിന് പ്ലാങ്ക് നൽകിയ പേര് ഫോനോൺ എന്നാണോ, ക്വാണ്ടം എന്നാണോ, കോപ്പർസ്ക്യൂൾ ആണോ, ഫോട്ടോൺ ആണോ? ഇവരെല്ലാം പരിചയപ്പെടേണ്ട ആൾക്കാരാണ്. ഇവിടെ എന്തായാലും ചോദിച്ചിരിക്കുന്നത് വൈദ്യുത കാന്തിക വികിരണത്തിന്റെ രൂപത്തിൽ ആഗിരണം ചെയ്യാനോ ഉത്സർജിക്കാനോ കഴിയുന്ന ഏറ്റവും ചെറിയ അളവിലുള്ള ഊർജത്തിന് പ്ലാങ്കിന്റെ ക്വാണ്ടം എന്ന് പറയുന്ന ആശയമാണ് വരുന്നത്. ഒന്ന് ഓർത്തിരിക്കുക. ലൈറ്റിന്റെ യൂണിറ്റിനെയൊക്കെ ഫോട്ടോൺ എന്നൊക്കെ നമ്മൾ വിളിക്കും, ഓർത്തിരുന്നോണം. അതുപോലെ കോപ്പർസ്ക്യൂൾസ് ന്യൂട്ടനൊക്കെ പറഞ്ഞ കൺസെപ്റ്റാണ്, ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ്, പഠിച്ചു വെക്കേണ്ടതാണ് ഫോട്ടോണും കാര്യങ്ങളൊക്കെ. അതുപോലെ ക്വാണ്ടം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ ക്വാണ്ടം തിയറിയിൽ ഒരു എച്ച് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് PYQ ആണ്, HSAക്ക് ഇതിനു മുമ്പ് ചോദിച്ചാണ്, ഡയറക്റ്റ് ചോദിച്ചാണ്. എച്ചിന്റെ വാല്യൂ, പ്ലാങ്ക് സ്ഥിരാങ്കത്തിന്റെ വാല്യൂ 6.626 × 10⁻34 ജൂൾ സെക്കൻഡ്, 6.626 × 10⁻34 ജൂൾ സെക്കൻഡ്, 6.626 × 10⁻34 ജൂൾ, 6.626 × 10⁻34 ജൂൾ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക? 6.626 × 10⁻34. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരിക. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ആ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഇട്ടെങ്കിലും അത് ഫിസിക്സിലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളായിരുന്നു. ഇതുപോലെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ സമഗ്രമായിട്ട് കവർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള MCQ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ചോദ്യപ്പെട്ടിയിൽ ലഭ്യമാവുക. എത്രയും പെട്ടെന്ന് എൻട്രിയുടെ ഭാഗമാവുക. ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നല്ല റാങ്കിലേക്ക് എത്താൻ നിങ്ങളെ എൻട്രി സഹായിക്കും. വീണ്ടും കാണാം. എല്ലാ ആശംസകളും.